കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എനിക്ക് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ പോകാൻ നോക്ക്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെയുള്ള തെമ്മാടികളെ പിന്നെ ശിക്ഷിക്കണ്ടേ? അതിന് നിങ്ങളെ പോലുള്ളവരെ മുന്നോട്ട് വരണം. CA സാറ് പ്രത്യേകം പറഞ്ഞയച്ചതാ. വന്നേ പറ്റൂ. നിങ്ങളെങ്കിലും ആ കുട്ടിയോടൊന്ന് പറ. അതിന് നീ എപ്പോഴാടി പുറത്തേക്ക് പോയത്? ആരാ നിന്നെ ശല്യം ചെയ്യാൻ വന്നേ? എന്താ ഉണ്ടായെന്നെങ്കിലും ഒന്ന് പറയടി. ഞാനതൊക്കെ പറയാം. അച്ഛമ്മ എന്റെ കൂടെ വാ, അമ്മ എന്റെ കൂടെ വാ. എന്താടി കാര്യം? തട്ട വിട്ട് ചേച്ചി ഇരുത്തിയല്ലേ നമ്മൾ താലി കെട്ടിച്ചത്. ആരും അത് അറിഞ്ഞിട്ടില്ലെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഒരാളത് കണ്ടുപിടിച്ചു. മുഖം ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മണവാട്ടിയുടെ മുമ്പിലുണ്ടായിരുന്ന താലത്തിലെ ആ വെള്ളത്തിൽ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ചില മഹാരഹസ്യങ്ങള് രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കണമെങ്കിലോ അതൊക്കെ ഇരുട്ടത്ത് തന്നെ നടക്കണം. ഇതാ നടന്നത്. അയാളെ ഇപ്പൊ പോലീസ് പിടിച്ചോണ്ട് പോയിരിക്കുക. ഞാൻ കംപ്ലൈന്റ് കൊടുത്താലും അയാള് വാ തുറന്നാലും ഉള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരും അച്ഛമ്മ. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇതെന്താ? എന്തൊരു കഷ്ടകാലമാ ദൈവമേ. നിങ്ങൾ വരുന്നുണ്ടോ? എത്ര നേരം കരുതിയാ ഞാനിവിടെ നിൽക്കുക. എനിക്ക് നല്ല പേടിയാകുന്നു അച്ഛമ്മ. ആ സ്ത്രീയോട് എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് പറഞ്ഞയക്കച്ചമ്മ. വീട്ടിൽ പോലീസ് വരുമ്പോ കൂടെ ചെല്ലാതിരിക്കുന്നത് തെറ്റാ. അങ്ങനെ ചെയ്യുമ്പോഴാ കൂടുതൽ സംശയം ഉണ്ടാവുക. നീ എന്തോ തെറ്റ് ചെയ്ത പോലെ ആവില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളില് പെമ്പിള്ളേര് പറയുന്ന പോലീസ് വിശ്വസിക്കുക, ആ തെമ്മാടികൾ പറഞ്ഞാ വിശ്വസിക്കില്ല. എന്തായാലും ഈ കാര്യം നിന്റെ അച്ഛൻ അറിയാൻ പാടില്ല. പെട്ടെന്ന് ചെന്ന് പരാതി എഴുതി കൊടുത്തിട്ട് പോരെ. ചെല്ല് ശ്രേയെ, ധൈര്യമായിട്ട് ചെല്ല്. വാ. ഒരു വശത്ത് വൈദേഹിയും ദേവിനെയും കാണാനില്ല. അതിന്റെ കൂടെ ദേ ഇപ്പൊ പോലീസും പരാതിയും. എന്നെങ്കിലും ആരെങ്കിലും ഒരാൾ പറഞ്ഞ് സത്യങ്ങളൊക്കെ എല്ലാരും അറിയുമെന്ന എന്റെ പേടി. ആരെങ്കിലും പറഞ്ഞറിയുന്നതിനേക്കാൾ സത്യങ്ങളൊക്കെ നമുക്ക് തന്നെ രാമേട്ടനോട് പറഞ്ഞാലോ? എന്ത് വിഡിതാ നീ പറയുന്നേ? ഇപ്പൊ അവരെ കാണാനില്ലല്ലോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ നിന്റെ ഭർത്താവിന്. ഇനി ഈ കാര്യം എങ്ങാനും അറിഞ്ഞാ അവരെ ഒന്നിപ്പിക്കാനായിരിക്കും അവന്റെ ശ്രമം. അത്യാവത്തിലല്ലേ അന്ന് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായെന്നിരിക്കും. അപ്പൊ അതൊക്കെ ധൈര്യമായിട്ട് നേരിടണം. നീ വാ തുറക്കാതിരുന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. എടാ, എവിടെ പോയി അവര്? അറിയില്ല അണ്ണ. എങ്ങും പോയി കാണാൻ വഴിയില്ല. വാ നോക്കാം. രാഘവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ.
ഇതുവരെ ഒരാൾ പോലും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതാദ്യമായിട്ട് ഒരാള്. അങ്ങനെ വിടാൻ പാടില്ല. നോക്കട്ടെ. ഛേ, സമയത്തൊരു വണ്ടി പോലുമില്ല. ഓ, കാടിന്റെ നടുവിലും പെട്ടുപോയി. നല്ല വേദനയുണ്ടോ ദേവേട്ട? കുഴപ്പമില്ല. കുറച്ചു നേരം കൂടി ഒന്ന് സഹിക്കട്ടോ. ഇനി എത്ര നേരം എടുക്കുന്ന ആർക്കറിയാം. എത്രയും വേഗം ഈ കാടൊന്ന് കടന്നു കിട്ടിയാൽ മതി. എടാ യോഗി, അവരെ കണ്ടു കിട്ടിയോ? എടാ, അവിടെ മൊത്തം നോക്ക്. ദൂരെ അങ്ങ് പോയി കാണില്ല. വൈദേഹി, നമ്മൾ വീണ്ടും അവരുടെ കയ്യിലാകപ്പെട്ട അവിടെ തീർന്നുവെല്ലാം. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരാപത്തിനും എന്നെ കീഴ്പ്പെടുത്താനാവില്ല. ഒരു വ്യക്തിക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായി രാമ? വല്ല വിവരവും കിട്ടിയോ? ഇല്ലമ്മേ, പറ്റാവുന്നിടത്തൊക്കെ നോക്കി. അവർ രണ്ടുപേരും എങ്ങുമില്ല. പോലീസ് പരാതി കൊടുക്കാന്ന് വെച്ചാ അമ്മ ആരും ഒന്നും അറിയണ്ടെന്ന് പറയുകയും ചെയ്തു. വലിയ വീട്ടിൽ ബന്ധം കിട്ടിയപ്പോ മോള് സന്തോഷമായിട്ട് ജീവിക്കുന്നു കരുതിയതാ. അതിനിടയ്ക്ക് എന്തിനാ ഇങ്ങനൊരു വിഘ്നം ഉണ്ടായത്? അതിരിക്കട്ടെ, ശ്രേയ എവിടെ പോയിരിക്കാം? രാമ, ഭർത്താവിനെ കാണാതായ വിഷമത്തില് കൊച്ചുറങ്ങിയിട്ട് പോലുമില്ല. അവക്കൊരു സമാധാനം ഇല്ലായിരുന്നു. അവളുടെ ഒരു കൂട്ടുകാരിയും കൂട്ടി അവനെ അന്വേഷിച്ചു പോയിരിക്കുക അവള്. നമ്മളെ എല്ലാവരെയും ഇങ്ങനെ മുള്ളെ നിർത്തിയിട്ട് അവരെവിടെ പോയി കിടക്കുകയാണോ ആവോ? ആഹാ, ഏതൊരു വണ്ടി വരുന്നുണ്ടല്ലോ. നിർത്തിക്കേ, നിർത്തിക്കേ, നിർത്ത്. വണ്ടി നിർത്തിക്കേ. അവിടെ നിർത്ത്. ഹലോ. ആ, കേറിക്കോളൂ. നീ ഇവിടെ ഇരുന്നാ മതി വൈദേഹി. ആരായിരിക്കും ദേവേട്ട അത്? ആരായാലും നമുക്കെന്താ? ഇതുപോലത്തെ അപൂർവ നിമിഷങ്ങൾ വല്ലപ്പോഴും അല്ലേ നമുക്ക് കിട്ടുള്ളൂ. വേണ്ടാത്ത ചിന്തകളെ മനസ്സിൽ നിറച്ച് ഈ നിമിഷത്തിന്റെ സന്തോഷം കളയണ്ട. നീ എന്റെ കൂടെ ഉണ്ടാവണം വൈദേഹി.
എന്തോ ചേട്ടാ വഴിതെറ്റി ഒന്ന് വിട്ടതാണോ? ഈ കാട്ടിലെന്താ ചേട്ടാ പണി? ഒരാളെ കൊല്ലാൻ കൊട്ടേഷൻ ഉണ്ടായിരുന്നു. നീ പേടിക്കണ്ട. കൊലപാതകം എൻ്റെ ഫാഷനല്ല, എൻ്റെ പ്രൊഫഷനാണത്. ആര് കാശ് തന്നാലും ഞാൻ കൊല്ലും. കുറി വെച്ചാൽ കൊന്നിരിക്കും. വിട്ടുപോട്ടെ. തൊണ്ണൂറ്റിയൊൻപത് കൊലപാതകങ്ങൾ എൻ്റെ പ്രൊഫഷണൽ കരിയറിൽ. ഒരൊറ്റ കുത്തിന് എല്ലാ എണ്ണത്തിനെയും കൊന്നിട്ടുമുണ്ട്. ഫിനിഷ്ഡ്. പക്ഷേ ഈ പ്രാവശ്യം അത് മിസ്സായിപ്പോയി. അതിന്റെ കാരണം ഒരു പീക്കിരി പെണ്ണ്. എന്ത് പെണ്ണോ? അതെ, കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയപ്പോ പുറകെ അവളും ഉണ്ടായിരുന്നു. കത്തിക്കുത്തി അവനെ രക്ഷിക്കുകയും ചെയ്തു. സാരില്ല ദേവേട്ടാ. 50 ലക്ഷത്തിന്റെ കോൺട്രാക്റ്റ് ആയിരുന്നു, അതും സിംഗിൾ പേയ്മെന്റ്. എനിക്കവനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ കഷ്ടപ്പാടും വെള്ളത്തിലാ. വെറുതെ സമയം പാഴായി. ഇനി കാശ് തിരികെ കൊടുക്കാന്ന് പറഞ്ഞാൽ മനസ്സും അനുവദിക്കുന്നില്ല. അവരെങ്ങും പോയിട്ടില്ല. ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അവരെ എന്റെ കയ്യിലൊന്ന് കിട്ടിയാൽ മതി. ഇങ്ങോട്ട് നിവർന്നു കിടന്നു ദേവേട്ടാ. കരാതിരിക്കു വൈദേഹി. ശരിക്കും 50 ലക്ഷം തരുമോ ഏട്ടാ? ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ 50 രൂപയുടെ ഇഞ്ചക്ഷൻ മതിയാവും. പക്ഷെ ജീവൻ എടുക്കണമെങ്കിൽ അതിനും വേണ്ടി ചെലവുണ്ടേ. ആരെങ്കിലും അവരെ പിടിച്ചു കൊടുക്കണമെങ്കിൽ കാശ് കിട്ടുമോ? എത്ര വേണമെങ്കിലും കൊടുക്കാം. 5000-ഓ 10,000-ഓ ചോദിക്കുന്ന എത്രയാണെങ്കിലും അവരെവിടെയാണെന്നറിഞ്ഞാൽ മാത്രം മതി. 25? വെറും 25,000 അല്ലേ? കൊടുത്തേക്കാം. അല്ല, 25 ലക്ഷം. 25 ലക്ഷോ? അവരെ കിട്ടിയില്ലെങ്കിൽ 50 ലക്ഷം തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അതിനേക്കാൾ 25 കയ്യിൽ കിട്ടുന്ന വലിയ കാര്യമല്ലേ? ഡീൽ ഓക്കെ ആണെങ്കിൽ പറഞ്ഞു, അവരെവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പേയ്മെന്റിന്റെ കാര്യം ഇവരോട് പറയണ്ടായിരുന്നു. ഓരോരുത്തരും കാശുണ്ടാക്കാൻ തക്കം നോക്കി ഇരിക്കുക. ആയിക്കോട്ടെ, ഡീൽ ഓക്കെയാ. അവരെവിടെയാണെന്ന് കാണിച്ചതാ. ഇറങ്ങ്, പുറകിലുണ്ട്. ദാ നോക്കിക്കോ. എടുത്തു മാറ്റ്. ഏയ്, അവരെവിടെ? അവിടെ തന്നെ ആരും കാണുന്നില്ലല്ലോ. അതിനെ തന്നെ ഉണ്ടായിരുന്നല്ലോ.
കാശിന് വേണ്ടി എന്നെ കളിപ്പിക്കാൻ നോക്കുക. ഇതിലാരുമില്ല, ഒരെണ്ണം കൂടെ തന്നാലുണ്ടല്ലോ. അല്ല അവരവിടെ ഉണ്ടായിരുന്നു ചേട്ടാ. വെറുതെ എന്റെ സമയം കളഞ്ഞ്. വണ്ടി പോകുന്നു. അയ്യോ, നിർത്ത്. എന്റെ വണ്ടി. അയ്യോ നിർത്തവിടെ. നിർത്തുന്നേ. വണ്ടി നിർത്ത്. ശ്ശേ. നിർത്ത്. വണ്ടി നിർത്താൻ. എടാ, നിന്റെ അടുത്ത് ഫോണുണ്ടോ? ഇങ്ങനെ വന്നേ. ഡാ, എല്ലാവരും എവിടെ പോയി കിടക്കുക? അവരിതേ വണ്ടിയായിട്ട് രക്ഷപ്പെട്ടടാ. അവർ ഈ കാടിന്റെ അതിർത്തി കിടന്ന് പോകരുത്. ഇത് രാമൻചേട്ടന്റെ വീടല്ലേ? രാമൻചേട്ടൻ ഉണ്ടോ അവിടെ? ആരാ മനസ്സിലായില്ലല്ലോ. ധർമ്മസ്ഥാനത്തെ രാമൻചേട്ടനല്ലേ? അതേലോ, നിങ്ങളാരാ? എന്റെ പേര് പ്രകാശ് എന്നാ. നിങ്ങളുടെ മോൾ എന്റെ സ്കൂട്ടി എടുത്തോണ്ട് പോയിട്ടുണ്ടേ, അതൊന്ന് തിരിച്ചു വാങ്ങാൻ വന്നതാ. എന്റെ മോള് നിങ്ങളുടെ സ്കൂട്ടി എടുത്തിരുന്നു. സുലേഖേ, ശ്രേയ അദ്ദേഹത്തിന്റെ സ്കൂട്ടി എടുത്തിരുന്നു. ഇല്ല ഏട്ടാ, ഇന്നലെ മുതലുള്ള വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ശ്രേയ മോള് പുറത്തേക്ക് പോയിട്ട് കുറച്ചു നേരം ആയുള്ളൂ. അല്ലല്ല, ഇന്നലെ അമ്പലത്തിൽ പോണ വഴിക്ക് വാങ്ങിച്ചാ. അമ്പലത്തിൽ പോയ വഴിയാ? അതെ രാമൻചേട്ടാ, ആ കുട്ടിയുടെ ഭർത്താവിനെ കുറെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയിന്നാ പറഞ്ഞേ. അവരുടെ പുറകെ ചെന്ന് രക്ഷിക്കാൻ വേണ്ടി സ്കൂട്ടർ വാങ്ങിച്ചു. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഇയാള് ശ്രേയയെ കുറിച്ചല്ല പറയുന്നേ, ആ അനാഥപിണ്ടത്തെ കുറിച്ചാ. അമ്മേ, ദേ പ്രകാശ, ആ ചെറുക്കൻ അവളുടെ ഭർത്താവല്ല, എന്റെ ശ്രേയമോളുടെ ഭർത്താവാ. റൗഡികൾ കടത്തിക്കൊണ്ടുപോയെന്നോ? സംഭവം എന്താണെന്നറിയോ? ഞങ്ങൾ ആ വഴിക്ക് പോവായിരുന്നു. നിങ്ങളുടെ മോള് കരഞ്ഞുകൊണ്ട് ആ വഴിക്ക് വരണ്ടായിരുന്നു. ചേട്ടാ ചേട്ടാ, വണ്ടി ഒന്ന് നിർത്ത്. ചേട്ടാ, എനിക്ക് നിങ്ങളുടെ സ്കൂട്ടി ഒന്ന് തരാൻ പറ്റുമോ? എന്തു പറ്റും മോളെ? എന്റെ ഭർത്താവിനെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. ദയവ് ചെയ്ത് നിങ്ങളുടെ സ്കൂട്ടി ഒന്ന് തരണം. നിന്റെ ഭർത്താവിനോട് നിനക്ക് ഒരു സ്നേഹവും ഇല്ല. പാവം കുട്ടി, അവൾ അവളുടെ ഭർത്താവിനെ രക്ഷിക്കട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിച്ചൂടെ? മോള് സ്കൂട്ടി എടുത്ത് വേഗം പോയേ. രാമന്റെ ക്ഷേത്രത്തിനപ്പുറത്ത് ധർമ്മസ്ഥാനത്തെ രാമന്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പ്ലീസ്. പാവാ കുട്ടി, ഭർത്താവ് അപകടത്തിൽപ്പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാനും പിന്നെ ഒന്നും ചിന്തിച്ചില്ല. സ്കൂട്ടർ ഞാനങ്ങ് കൊടുത്തു. നിനക്കെന്താ മനസ്സിലാവാത്തെ? അത് ആ കുട്ടിയുടെ ഭർത്താവല്ലെന്ന് നിന്നോട് പറഞ്ഞില്ലേ? വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. അല്ലമ്മേ, ഇപ്പൊ ഇവിടെ അതല്ലല്ലോ പ്രശ്നമായത്. ഒരാളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ കുട്ടി പാടുപെട്ടത് കാണുമ്പോ ആർക്കായാലും അങ്ങനെയല്ലേ തോന്നുള്ളൂ അമ്മേ? തോന്നാൻ എന്തിരിക്കുന്നു? അവരുണ്ടേലും ശരിക്കും ഭാര്യയും ഭർത്താക്കന്മാരാ. അതുകൊണ്ടല്ലേ സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് ചേച്ചി രക്ഷിക്കാൻ പോയത്. ഞങ്ങൾ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്നലെ തൊട്ട് അവരെ രണ്ടുപേരെയും കാണാനില്ല. ആ ടെൻഷനിൽ അവരെ തിരക്കി നടക്കായിരുന്നു. അതാരാ എന്താന്ന് വല്ലതും അറിയാമോ? നിങ്ങൾ അവരെ കണ്ടോ? ഇല്ല, അതൊന്നും ഞാൻ നോക്കിയില്ല. എന്നാ പിന്നെ ആദ്യം ആ പെണ്ണും ചെറുക്കനും ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ. വന്നതിന് ശേഷം ഇതാണ് ഈ അഡ്രസ്സിലേക്ക് വണ്ടി എത്തിച്ചെന്നാ മതി ട്ടാ. ആയിക്കോട്ടെ പ്രകാശ. എന്നാ ശരി. ആരായിരിക്കും അവര്? എന്തിനായിരിക്കും ദേവനെ തട്ടിക്കൊണ്ടുപോയത്? അതൊക്കെ ആർക്കറിയാൻ രാമ. അവരെ കണ്ട ഉടനെ നമ്മുടെ അടുത്തേക്ക് ഒന്നും ഒരു വാക്കുപോലും പറയാൻ തോന്നിയില്ലല്ലോ. അവളെന്തോ ഝാൻസി റാണിയെ പോലെ അവനെ രക്ഷിക്കാൻ പോയിരിക്കുന്നു. നമ്മക്കല്ലേ ഇപ്പൊ പ്രശ്നം. പാവം അയാള്. അയാളുടെ വണ്ടി പോയതിന്റെ വിഷമം അയാൾക്ക്. ഈ പെണ്ണ് ആർക്ക് സമാധാനം തരില്ല. അമ്മേ, ഇനി മിണ്ടരുത്.
ഈ അവസ്ഥയിലും വൈദേഹിയെ പഴിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ നാവ് പൊന്തുന്ന് എനിക്കറിയാത്ത. ദേവന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞപ്പോ സ്വന്തം ജീവൻ പോലും വിലവെക്കാതെ അവൾ അവനെ രക്ഷിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. എത്ര വലിയ മനസ്സുണ്ടെങ്കിൽ അവൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിരിക്കുക. അല്ലെങ്കിലും എന്റെ മോളുടെ വില അമ്മ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് ഇന്നലെ തുടങ്ങി എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാ വർമ്മയോട് കാര്യം പറയാന്ന് പറഞ്ഞ് അമ്മ സമ്മതിച്ചില്ലല്ലോ. എന്തൊക്കെ വൃത്തികെട്ട കാര്യങ്ങളാ പറഞ്ഞത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വല്ലതും കരുതിയോ? എനിക്കെന്താ വല്ല ജോത്സ്യം അറിയാവോ? അങ്ങനെയുള്ളപ്പോ വായി തോന്നിയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പാവം കുട്ടികള് ഇപ്പൊ ഏതവസ്ഥയിലാണോ എന്തോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാവും അവരനുഭവിക്കുക. നോക്ക് രാമേട്ടാ, ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല. വർമ്മച്ചേട്ടനെ ഫോൺ ചെയ്ത് കാര്യം അറിയിക്കുക. ശരി. ആ എന്താ രാമ, നമസ്കാരം. പറയ്. ഒരത്യാവശ്യ കാര്യം പറയാനുണ്ട്. അത് പിന്നെ വർമ്മ നമ്മുടെ നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ട. ഇന്നലെ നടന്ന സംഭവം ഇപ്പോഴാണ് ഞങ്ങളെ അറിയിക്കുന്നത്. എന്താ ചേട്ടൻ നടന്നത്? ഇന്നലെ ദേവനെ ആരോ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയിട്ട് ഇപ്പോഴാണ് നമ്മളെ അറിയിക്കുന്നത്. നമ്മുടെ മോനെ കിഡ്നാപ്പ് ചെയ്തെന്നോ? എന്ത് പണ്ടത്തിന് അവര് പറയുന്നത്? ഇന്നലെ രാത്രി ഫോൺ ചെയ്ത് പൊറുങ്ങാണെന്നല്ലേ പറഞ്ഞത്? എന്താ ചേട്ടാ ഇത്? എന്റെ മോൻ എന്താ സംഭവിച്ച്? സത്യം തുറന്നു പറയും. ഞാൻ പറയുന്നത് സത്യം. ആരാണെന്ന് എനിക്കറിയില്ല. അമ്പലത്തിലേക്ക് പോണ വഴിയാ ദേവനെ തട്ടിക്കൊണ്ടുപോയത്. പിന്നെന്തിനാ രാത്രി ഞങ്ങളോട് കള്ളം പറഞ്ഞത്? കാര്യത്തിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താ ഏതാന്ന് അറിയാതെ പറഞ്ഞ നിങ്ങളും പേടിക്കുന്നു കരുതിയ മിണ്ടാതിരുന്നത്. നിങ്ങൾ കാണിച്ചത് വളരെ വലിയ തെറ്റാണ്. അപ്പൊ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അതാരാ ഏതാന്നൊക്കെ കണ്ടുപിടിച്ച് എന്റെ ദേവൻ മോനെ എനിക്ക് രക്ഷിക്കാമായിരുന്നു രാമ. നിങ്ങൾ ഈ അബദ്ധം കാണിച്ചതുകൊണ്ട് എന്റെ മോനിപ്പ എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം. അഥവാ അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുമെന്ന് കരുതണ്ട രാമ. ആ വീട് ഞാൻ കത്തിച്ചു കളയും. എന്റെ മോൻ എന്ത് പറ്റിയെന്ന് ചേട്ടാ? ആരെ കൊണ്ടുപോയത് അവനെ? അതാരാന്ന് ആർക്കും അറിയില്ല കൗസല്യ. അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ദേവനെ അപായപ്പെടുത്താൻ പറ്റിയ ശത്രുക്കൾ ആരാ ഉള്ളേ? അതിന് നമുക്കാരും അങ്ങനെ ശത്രുക്കളില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഇത് സംഭവിച്ചത്? ആരുമില്ലെങ്കിൽ പിന്നെ എന്റെ മോൻ ആരെ തട്ടിക്കൊണ്ടു പോയത്? എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു ചേട്ടാ. എനിക്ക് എന്റെ മോൻ ഇപ്പൊ തന്നെ കാണണം. എന്തെങ്കിലും ചെയ്യ് ചേട്ടാ, ചെയ്യൂ.